T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നീ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഇന്ത്യയും പാകിസ്ഥാനിന്റെയും കൂടെ ഉള്ള മാച്ച് ഉണ്ടായിരുന്നപ്പം ഹാർദിക് ഫർഹാന്റെ ഇത് വിക്കറ്റ് എടുത്തപ്പം ഹാർദിക്കില്ലേ നോക്കുന്ന പോലും ഇല്ല. ബോൾ പോയി ആൻഡ് ഹി ജസ്റ്റ് വാക്സ് ഫോർവേഡ്. തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. അപ്പത്തേക്കിനും എന്റെ ദൈവമേ ഇൻസ്റ്റഗ്രാം പിറ്റേ ദിവസം ഫുൾ റീൽസ് ആയിരുന്നു. ഹാർദിക്കിന്റെ ഓറ 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 എന്ന് പറഞ്ഞ്. ആ മനുഷ്യനൊന്നും മിണ്ടിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചിരിച്ചിട്ടില്ല. ഒരു വാക്ക് മാത്രം. അപ്പളാണ് നമ്മളുടെ ഈ ടോപ്പിക് ഇങ്ങനെ വീണ് കിട്ടുന്നെ. ഓറ ഫാമിംഗ്. ശരിക്കും ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വേർഡ് മിണ്ടണില്ല. ഒരു ആക്ഷൻ ചെയ്തില്ലെങ്കിലും ഇതൊരു ഇൻവിസിബിൾ എനർജിയാ അല്ലേ? ഈ വൈബ് വൈബ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ? മലയാളത്തിന് ഇതിന് പറയുക പ്രഭാവലയം എന്നാണ് ആ വേർഡ്. ഓക്കെ. അതിന്റെ രസം എന്താ വെച്ചാൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന 3-4 കാര്യങ്ങളുണ്ടെടാ. ഫസ്റ്റ് വണ്ണ് നമ്മുടെ തോട്ടാ. പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ഓക്കെ. അതേപോലെ ഇമോഷൻസ്, എന്ത് ഇമോഷൻ ആണെങ്കിലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഓരോനെ എഫക്റ്റ് ചെയ്യും. തേർഡ് വണ്ണ് നമ്മൾ എൻവയൺമെൻറ്റ്. നമ്മൾ എങ്ങനത്തെ ആൾക്കാരുടെ കൂടെയാണ്, എങ്ങനത്തെ സ്ഥലത്താണ് നമ്മളെ ഗ്രോത്ത് ഉള്ളത് വെച്ചാൽ അത്. നാലാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലും, അതായത് നമ്മുടെ ഫുഡ്, നമ്മുടെ എനർജി, ആ കാര്യങ്ങൾ. ഇത് നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓറേനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അറിയാൻ പറ്റും. ഉം. ഇത് പറയുമ്പം ഓറെ വീക്കെൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നമുക്ക് അതിനെ ടോട്ടലി അവോയ്ഡ് ചെയ്യാം. ആദ്യം തന്നെ ഉള്ളത് സ്ട്രെസ്സും ആങ്സൈറ്റിയാ. അത് കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ പ്രഭാവലയത്തിൽ പ്രഭയൊന്നും ഉണ്ടാവില്ല. വെറുതെ ഒരു വലയം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ റോങ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റോങ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതിൻ്റെ അകത്തും കുറേ നാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മളുടെ ഈ ഓറയും അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഓവർ തിങ്കിങ്. വെറുതെ വരാൻ പോകുന്ന കാര്യങ്ങൾ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഈ ഓറ ശരിക്കും അത് ഡിമിനിഷ് ആവുകയാണ് ചെയ്യുക. പിന്നെ നാലാമത്തെ കാര്യം നമ്മൾ ഇമോഷൻസ്. എന്ത് ഇമോഷൻസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറേ നാൾ നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും വെളിയിൽ കാണിക്കാനും തുടങ്ങുക. അപ്പം നമ്മൾ സാഡ്നെസ് എക്സാമ്പിളായിട്ട് സാഡ്നെസ്സിനെ കുറേ നാൾ സപ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഹാപ്പിനെസ് കാണുകയില്ല. അപ്പം ആ സാഡായിട്ടുള്ള നമ്മളുടെ ഒരു മുഖമാണ് വെളിയിൽ കാണുന്നത്. അപ്പോൾ പിന്നെ എവിടെയോ ഓറ. ആ, അപ്പൊ ഇതുണ്ടല്ലോ, നമുക്ക് വീക്കായോ ഇല്ലയോ നമ്മൾ അറിയില്ല എന്ന് ചോദിച്ചു. അപ്പൊ അത് അറിയാൻ കണ്ടുപിടിക്കാനും ചെറിയ ട്രിക്സ് ഉണ്ട്. ഒന്ന്, നമ്മൾക്കിപ്പം എന്താ പറയാ, എപ്പോഴും ഒരു ലോ ഫീലിംഗ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ലോ ആ, തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇറിറ്റേറ്റഡ് ആവുക, ഒന്നും പുതിയത് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഇല്ല, ഫുള്ളി എക്സോസ്റ്റഡ് ആണ്. കൂടാതെ എന്താ, എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കിലേക്ക് പോയാൽ മതി, ഇങ്ങനത്തെ ഫീലിംഗ് കോൺസ്റ്റന്റ്ലി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹിന്റാണ് ഓരത്തിരി വീക്കായിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്യണം. ഇത് ഈ ക്ലീൻ ചെയ്യാനില്ലേ ആക്ച്വലി നാച്ചുറൽ സ്റ്റോൺസിന്റെ ഒക്കെ ബ്രേസ്ലെറ്റ് പോലെ ഒക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേസ്ലെറ്റിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? നമ്മൾ വാഷ് ചെയ്ത് റോക്ക് സോൾട്ട് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് ഫുൾ മൂൺ ഡേയിൽ വെളിയിൽ വെച്ച് റീചാർജ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഓറയും റീചാർജ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ഇമോഷൻസിലും നമ്മൾ പറയുന്ന പോലെ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വെക്കുക. അപ്പം എന്താന്ന് പറഞ്ഞാൽ അതും നമ്മളുടെ ഓറ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെ പോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ നമ്മളുടെ സറൗണ്ടിങ്സ് ഓൾസോ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിരിക്കുന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ സറൗണ്ടിങ്സും ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ നാച്ചുറലി നമ്മൾക്കൊരു ഒരു എനർജി ഉണ്ടാവുമല്ലോ. അതും നമ്മളുടെ ഓറയെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻസ്, നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പോസിറ്റീവ് ഇമോഷൻസിലോട്ട് കൊണ്ടുവന്നാൽ അതും നമ്മളുടെ ഓറ ക്ലീൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി വെച്ച ഓറ ഒന്ന് സ്ട്രെങ്തനും കൂടി ആക്കി വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആയി പോവില്ല. അതിനുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സ്. ഒന്ന്, ജസ്റ്റ് ഇമാജിൻ നമ്മൾ നമ്മളെ തന്നെ ഡിഫറെൻറ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെന്ന്. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ ഫിസിക്കൽ ബോഡി, അതായത് നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക, കറക്റ്റായിട്ട് മൂവ്മെൻറ്റ്സും ആക്ടിവിറ്റിയും ചെയ്താൽ ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമ്മളെ ബോഡിക്ക് കിട്ടി. സെക്കൻഡ് തിങ്,
ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നന്നായി വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പറ്റും, ഒരു സെൽഫ് വർത്ത് വരും. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ വന്നു, സ്ട്രെങ്തനിങ് ആണ്. മൂന്നാമത്തെ ലെയർ എത്രയാണ്, നമ്മളെ ബൗണ്ടറി. ഇപ്പം തന്നെ നമ്മളെ ബൗണ്ടറി സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള വല്ല ഇമോഷനോ ആളുകളോ സിറ്റുവേഷനോ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി തന്നെ അവോയ്ഡ് ചെയ്തിട്ട് നല്ലത് മാത്രം ചൂസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ 3 ലെയർ ഓഫ് നല്ല പ്രൊട്ടക്ഷൻ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബൂസ്റ്റർ ഡോസ് കൊണ്ടുവരുന്നത്. എന്താ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ അതും ജെന്യൂൻലി ചെയ്യണം. വെറുതെ ഇങ്ങനെ എല്ലാവരും പറയുന്നു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, അതുകൊണ്ട് രാത്രി താങ്ക് യു. ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തിട്ട് നമ്മൾ എപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. യു വിൽ നോ, ആ ചേഞ്ച് നമ്മൾ കാണും. ആൻഡ് ഇതെല്ലാം വൈ ഇറ്റ് മാറ്റേഴ്സ് ഇസ് ബിക്കോസ് നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ഓറയുള്ളപ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് റൈറ്റ് ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ രണ്ടാമത്തെ കാര്യം, നമുക്ക് റൈറ്റ് പീപ്പിളിനെ അട്രാക്ട് ചെയ്യും. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഓറ എന്ന് പറയുന്ന ഒരു വേർഡ് വായിന്ന് വരുന്നതിനെക്കാട്ടും മുമ്പേ നമ്മളുടെ ആ ഒരു എനർജി, ഒരു വൈബാണ് ഓറ. അപ്പം നമ്മൾ ആരെ അട്രാക്ട് ചെയ്യുക, നമ്മുടെ നല്ല ഓറയാണെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരെയാണ് അട്രാക്ട് ചെയ്യുക. അപ്പം നമ്മളുടെ റിലേഷൻഷിപ്സും അതുകൊണ്ട് വളരെ നല്ലതാവും. അതുപോലെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇമോഷൻസ്. ഞാൻ പറഞ്ഞ പോലെ ഓറ നല്ലതാണെങ്കിൽ നമ്മളുടെ നല്ല ഇമോഷൻസ് ആണ് വെളിയിൽ കാണുന്നത്. അപ്പം ആൾക്കാരും എല്ലാം ഹാപ്പിയാവും, നമ്മുടെ സറൗണ്ടിങ്സും നമ്മൾ ലൈഫും എല്ലാം ഹാപ്പിയാവും. ഓരോ പറഞ്ഞ ഒരു മാജിക്കൽ തിങ് ഒന്നുമല്ല, ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ലൈറ്ററായി ഫീൽ ചെയ്താൽ ആക്ച്വലി അതിൻ്റെ റിഫ്ലക്ഷൻ പുറത്തും വരും. അതാണ് കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഫീൽ ബ്ലെസ്ഡ് ഫ്രം വിത്തിൻ. ഇങ്ങനെ ചെയ്താൽ അപ്പം എന്താ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അതാണ് പ്രൈമറി തിങ്. സോ നെവർ ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് മൂവി റൺ ആൻഡ് ഗ്രോ.